ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന മൂവിയാണ്. ഒരു നാട്ടിലെ നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തുകയും നാട്ടിലെ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കുതിരക്കാലൻ. പേടിപ്പിക്കുന്ന രൂപവുമായിട്ട് രാത്രികാലങ്ങളിൽ വരുന്ന ഇയാൾ മനുഷ്യനാണോ അതോ വല്ല പ്രേതമോ ആണോ എന്ന് പോലും നാട്ടുകാർ സംശയിക്കുന്നു. ഇവനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നായകനും കൂട്ടുകാരും. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറയുന്ന ഒരു നാടാണ് കാണിക്കുന്നത്. കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന സ്ഥലത്തായിരുന്നു ഈ ഒരു നാടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനത്തിലെ ആൾക്കാർ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ നായകനായ ശ്യാമാകട്ടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ആ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരും അത്യാവശ്യം പേടിത്തൊണ്ടന്മാരാണെന്നാണ് ശ്യാം പറയുന്നത്. ശ്യാമിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു രാജേഷും കണ്ണനും. ശ്യാം കൊണ്ടുവന്ന മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് രാജേഷും കണ്ണനും അവനെയും കൂട്ടി പോകുന്നത് കൂളിപ്പാറയിലേക്കാണ്. ആ നാട്ടിലെ ആൾക്കാർ കൂളി എന്ന് പറയുന്ന ഒരു ദൈവത്തെയായിരുന്നു ആരാധിച്ചിരുന്നത്. അവിടെ തിറ നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കുകയും നേർച്ച പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ കൂളി ഇതുവഴി പോക്കുവരവുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇവരുടെ കൂട്ടത്തിലൊരാള് ഈ പാറയിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. കൂളിയുടെ പോക്കുവരവ് കണ്ട് പേടിച്ചിട്ടാണ് അവൻ വീണതെന്നാണ് നാട്ടില് സംസാരം. തന്റെ കൂട്ടുകാർക്കിടയിലെല്ലാം തന്നെ ശ്യാം നല്ല ധൈര്യശാലിയാണ്. അത് കാരണം അവൻ അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. ആ നാട്ടില് തന്നെ ധന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ പ്രണയിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിലും കൂടി മദ്യം അവർ ഒഴിച്ചു വെക്കും. ഇവിടെ വല്ല ആത്മാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ല കൂളിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാതെ കുടിക്കുന്നത് മോശമല്ലെന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് ആ ഗ്ലാസ്സിലെ മദ്യം അവിടെ ഒഴിച്ചു വെക്കുന്നത്. എന്നാൽ ഇവർ അവിടെ നിന്ന് മദ്യപിച്ചിട്ട് പോയി കഴിയുമ്പോൾ ആ ഗ്ലാസ്സിലെ മദ്യം തനിയെ തീരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. ശ്യാം സ്നേഹിക്കുന്ന നമ്മുടെ ധന്യാകട്ടെ ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അത്രയധികം ധൈര്യശാലിയായിട്ടുള്ള ഒരാളെ തന്നെ പ്രണയിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ ശ്യാമിനെ പ്രണയിച്ചതും. എന്നാൽ അവളുടെ കൂട്ടുകാരി വിദ്യയാകട്ടെ എപ്പോഴും അവളോട് പറയും, നീ വിചാരിക്കുന്ന പോലെ അത്ര ധൈര്യമൊന്നും ആ ശ്യാമിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. അതൊന്നും തന്നെ നമ്മുടെ ധന്യെ കാര്യമാക്കിയില്ല. അവൾ അവിടെ PSC കോച്ചിങ്ങിന് പഠിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴും കണ്ടുമുട്ടുന്നത് അവിടുത്തെ വായനശാലയിലാണ്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്യാമിനെ തന്റെ കൂട്ടുകാരെ വന്ന് വിളിക്കുന്നുണ്ട്. അവരുടെ നാട്ടിലെ ഒരു എക്സ് മിലിറ്ററി ആയ വാസപ്പൻ എന്ന് പറയുന്ന ഒരാള് എന്തോ കണ്ട് പേടിച്ചുവെന്നും അയാളുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവരവിടെ ചെല്ലുമ്പോൾ വാസപ്പൻ നല്ലപോലെ പേടിച്ചിരിക്കുകയായിരുന്നു. അയാൾ തലേന്ന് രാത്രി നടന്ന സംഭവങ്ങൾ പറയുന്നു. രാത്രിയിൽ തിറ കാണാൻ വേണ്ടിയിട്ട് അയാൾ പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തോ സൗണ്ട് കേട്ട് അയാൾ കാട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയം മരത്തിന്റെ ചില്ലയിൽ നിന്ന് എന്തോ ഒരു സാധനം പറന്നു പോകുന്ന പോലെ അയാൾക്ക് തോന്നി. വവ്വാലിനെ പോലെ തോന്നിക്കുന്ന ഒരു വലിയ രൂപമായിരുന്നു അത്. പേടിച്ചുപോയ അയാൾ വീണ്ടും നടക്കാൻ തുടങ്ങിയതും ആ നാട്ടിലെ നാണിമുത്തശ്ശി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആകട്ടെ ധൃതിയിൽ തിറ നടക്കുന്നിടത്തേക്ക് പോകുന്നത് അയാൾ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അയാൾ ആ മുത്തശ്ശിയുടെ പിന്നാലെ വെച്ചു പിടിച്ചു. നിങ്ങൾ എവിടേക്കാ ധൃതിയിൽ പോകുന്നത്, ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അയാൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയായിരുന്നു ആ മുത്തശ്ശിക്ക്. അവരുടെ പിന്നാലെ അയാൾ ഓടിപ്പോയെങ്കിലും ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ഒരു തടാകത്തിന്റെ അടുത്തേക്കാണ്. അവിടെ പിന്നെ മുത്തശ്ശിയെ കണ്ടതേയില്ല. അവര് മറ്റേതെങ്കിലും വഴി പോയെന്ന് കരുതിയിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. ചിലങ്കിടതുപോലത്തെ സൗണ്ട്. പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു രൂപം വന്നു. അത് കണ്ട് അയാൾ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ നാണിമുത്തശ്ശിയെ കാണുമ്പോൾ നിങ്ങളെന്താ തലേന്ന് ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ തിറ കാണാനൊന്നും പോയില്ല, കാലിൽ കുഴമ്പ് തേച്ച് കിടക്കുകയായിരുന്നു, എനിക്ക് ഒരടി നടക്കാൻ പോലും വയ്യാന്ന്. അത് കേട്ടതോടെ അയാൾ ഞെട്ടിത്തരിച്ചു. കാരണം തലേന്ന് രാത്രി അയാൾ കണ്ടത് നാണിമുത്തശ്ശിയായിരുന്നില്ല. ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാവരും പറയുന്നുണ്ട് അത് മിക്കവാറും കൂളിയായിരിക്കുമെന്ന്. നാണിമുത്തശ്ശിയുടെ രൂപം സ്വീകരിച്ച് വന്നതായിരിക്കും. കൂളിയുടെ പോക്കുവരവിനെ പറ്റിയുള്ള കഥകളെല്ലാം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരുടെ ഉള്ളിൽ പേടി വരാൻ തുടങ്ങി. അന്ന് രാത്രി കണ്ണനും രാജേഷും അവരുടെ ഓട്ടോയുടെ അടുത്ത് നിന്ന് മദ്യപിക്കുകയായിരുന്നു. ആ സമയത്ത് അവരും ആ രൂപത്തെ കാണുന്നു. അധികം നീളമില്ലാത്ത വിചിത്രമായൊരു രൂപം. അതിന് കുതിരയുടെ കാലുകളായിരുന്നു. ആദ്യം പേടിച്ച് മുഖം തിരിച്ച് അവർ രണ്ടാമത് നോക്കിയപ്പോൾ അതിനെ കാണുന്നുമില്ല. പിറ്റേന്ന് ആ നാട്ടിലെ ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലാകട്ടെ ഒരു ചക്രത്തിന് നടുക്കായിട്ട് ആരോ കോഴിത്തല കൊണ്ടുവച്ചിരിക്കുന്നു. അവിടെയെല്ലാം തെറ്റിപ്പൂവും കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നാട്ടുകാർ വീണ്ടും പേടിക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ സംഭവത്തിന് ശേഷം ധന്യയാകട്ടെ ശ്യാമിനോട് വന്ന് പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും ഇന്ന് മൂകാംബികയ്ക്ക് പോകും. രാത്രി അതുകൊണ്ട് ആരും വീട്ടിൽ കാണില്ല. എനിക്ക് കാവലായിട്ട് കൊച്ചച്ഛനെയായിരിക്കും നിർത്തുന്നത്. പക്ഷെ കൊച്ചച്ഛൻ ഒരു 8 മണിയാകുമ്പോഴേക്കും നല്ലപോലെ മദ്യപിച്ച് ഉറക്കമായിരിക്കും. അതുകൊണ്ട് നീ രാത്രി വീട്ടിലേക്ക് വരണമെന്ന്. രാത്രി വീട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് പോവുകയും ചെയ്തു. ശ്യാം ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന് വിറയ്ക്കുകയായിരുന്നു. സാധാരണ കാമുകിമാര് രാത്രിയിൽ വീട്ടിലേക്ക് ചെല്ലാൻ വിളിക്കുകയാണെങ്കിൽ കാമുകന്മാര് കുറച്ച് സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ ഇവന് പേടിയാണ് തോന്നാൻ തുടങ്ങിയത്. കാരണം അവൾക്കോ തന്റെ കൂട്ടുകാർക്കോ ഒന്നും അറിയാത്തൊരു രഹസ്യം ശ്യാമിനുണ്ടായിരുന്നു. അത് അവന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അവൻ ഇരുട്ട് പേടിയായിരുന്നു. രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാറേയില്ല. വീട്ടിൽ കറണ്ട് പോകുമ്പോൾ പോലും എമർജൻസി ഉണ്ടായത് മാത്രമാണ് അവൻ ആ വീടിനുള്ളിൽ ഇരിക്കുന്നത്. അതും കൂടി ഓഫായി കഴിഞ്ഞാൽ അവൻ നിലവിളിക്കാൻ തുടങ്ങും. അവൻ ഈ പേടി തോന്നാൻ ഒരു കാരണമുണ്ടായിരുന്നു. ചെറുപ്പത്തില് അവന്റെ അമ്മ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവനെ അടുത്തുള്ള ചോതി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അവന് ചോതി ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയില്ലാത്ത സമയമെല്ലാം തന്നെ ചോതി ചേച്ചിയായിരുന്നു അവൻ ആഹാരം വാരി കൊടുക്കുന്നത്. ചോറ് കഴിക്കാത്ത കുട്ടികളെ കൂലി പിടിക്കുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ചോതി പറയുമായിരുന്നു, അങ്ങനത്തെ കുട്ടികളെ ഒന്നും തന്നെ കൂലി ഉപദ്രവിക്കില്ല. കൂലിയെ ബഹുമാനിക്കാതെ കൂലി പോകുന്ന വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെ കൂലി ഉപദ്രവിക്കും. അതുപോലെ ഈ നാടിന്
ശ്യാമിന് എന്തെങ്കിലും ആപത്തുണ്ടാവുകയാണെങ്കിൽ കൂളി വരും. ഈ നാടിന്റെ കാവലാളായിട്ട് എന്നും കൂളി ഉണ്ടാകും. കുഞ്ഞായിരുന്ന അവനാകട്ടെ ചോദിയേച്ചിയോട് പറയാറുണ്ടായിരുന്നു, അമ്മ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ചോദിയേച്ചി എപ്പോഴും എനിക്ക് ചോറ് വാരിത്തരാൻ വരണമെന്ന്. ഞാൻ എങ്ങോട്ടേക്ക് പോയാലും നിനക്കൊരുള്ള ചോറ് വാരിത്തരാൻ ഞാൻ പറന്നിങ്ങ് വരുമെന്ന് ചോദിച്ചേച്ചി അവനോടും പറയാറുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവൻ അറിയുന്നത് അവന്റെ ചോദിച്ചേച്ചി മരിച്ചു എന്നാണ്. തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവർ. ആ കാഴ്ച കണ്ട് അവൻ ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വളരും തോറും അവന്റെ ഉള്ളിൽ ഒരു പേടിയും വരാൻ തുടങ്ങി. പല സമയങ്ങളിലും അവൻ ചോദിയുടെ ആത്മാവിനെ കാണാറുണ്ടായിരുന്നു. അവൻ ഒരുള്ള ചോറുമായിട്ട് വന്നിട്ട് കഴിക്കും മോനെന്നും പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരുന്ന ആത്മാവിനെ കണ്ട് അവൻ പേടിച്ച് നിലവിളിക്കും. അവന് ചുറ്റും ഇരുട്ടാകുന്ന നിമിഷമെല്ലാം തന്നെ ആ ആത്മാവ് വരുന്നതായിട്ട് അവന് തോന്നാറുമുണ്ട്. ഇതവന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. അങ്ങനെ പലപ്പോഴും ഇവൻ ഈ ആത്മാവിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുമ്പോൾ അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിക്കാറുണ്ട്. കുറച്ചു കഴിയുമ്പോൾ തനിയെ പൊക്കോളൂന്നും പറയും. അങ്ങനെ ഈ പേടി കാരണം നമ്മുടെ ശ്യാമിന് ധന്യയുടെ വീട്ടിലേക്ക് അന്ന് രാത്രി പോകാൻ പറ്റിയില്ല. അവൻ തന്റെ റൂമിൽ തന്നെ ഇരുന്നു. അതേസമയം ആ രാത്രിയിൽ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരാള് തന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വീടിന്റെ അടുത്ത് വെച്ച് ഒരാളെ കണ്ടിട്ട് കുട്ടപ്പൻ അയാളോട് ഒരു തീപ്പെട്ടി ചോദിക്കുന്നു. അയാള് കുട്ടപ്പന്റെ നേർക്ക് ആ തീപ്പെട്ടി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. തീപ്പെട്ടി തറയിൽ നിന്ന് കുഞ്ഞെടുക്കാൻ നേരത്താണ് കുട്ടപ്പൻ കാണുന്നത് അയാൾക്ക് മനുഷ്യന്റെ കാലായിരുന്നില്ല, കുതിരയുടെ കാലായിരുന്നു. ആ രൂപം കണ്ട് ശരിക്കും കുട്ടപ്പൻ പേടിച്ചുപോയി. പിറ്റേന്ന് ധന്യയാകട്ടെ ശ്യാമനോട് ആകെ പിണക്കത്തിലായിരുന്നു. വിദ്യയാകട്ടെ ധന്യയോട് പറയുന്നു, നീ വിളിച്ചിട്ട് അവൻ നിന്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവന് നിന്നോട് ഒരു ഇഷ്ടമില്ലാന്നർത്ഥം. അവൻ പഠിക്കുന്ന സ്ഥലത്ത് അവന് വേറെ ബന്ധങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും കാമുകന്മാര് രാത്രിയിൽ കാമുകി വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കുവോ? ധന്യയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ശ്യാം ഒരു കള്ളം പറയുന്നു. തലേന്ന് രാത്രി വരാൻ പറ്റാത്തതിന് കാരണം എന്റെ അമ്മയുടെ ഒരു സിസ്റ്റർ മരിച്ചുപോയി, ശവം മോർച്ചറിയിൽ വെച്ചിരുന്നത് അതിന് കാവലായിട്ട് താൻ നിൽക്കുകയായിരുന്നു എന്ന്. അവിടെയുള്ള ആർക്കും അങ്ങനെ നിൽക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ നിൽക്കേണ്ടി വന്നു. അവൻ അങ്ങനെ ധൈര്യശാലിയായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ധന്യ അവനോടുള്ള പിണക്കമൊക്കെ മറന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരില്ലേ? ആ സമയത്ത് നീ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരാമെന്ന് ശ്യാമ പറയുന്നു. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനി ഒരുപാടൊന്നും കാത്തിരിക്കണ്ട. എന്റെ അമ്മ അച്ഛനും ഇന്ന് രാത്രിയിലും വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. എന്റെ ഒരു ആന്റിയുടെ മോള് പ്രസവിച്ചു. അവരെ കണ്ടിട്ട് അമ്മയച്ഛനും മറ്റന്നാ രാത്രി കൂടി കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയും നാളെ രാത്രിയും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും എന്റെ കൊച്ചച്ഛൻ മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങിയായിരിക്കും. അതുകൊണ്ട് നീ എന്തായാലും ആ സമയമാകുമ്പോഴേക്കും വരണം. അതും പറഞ്ഞിട്ട് അവള് പോയി. ശ്യാം വീണ്ടും നിന്ന് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇനിയുള്ള ദിവസം അവളോട് എന്ത് പറഞ്ഞു ഒഴിവാകുമെന്നായിരുന്നു അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയം രാജേഷും കണ്ണനും വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടപ്പൻ എന്തോ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് കുട്ടപ്പന്റെ വീടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം തന്നെ ആ വഴിയിൽ കുതിരയുടെ കാൽപാദങ്ങൾ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അയാളുടെ വീടിന്റെ അടുത്തെല്ലാം ആൾക്കാർ കൂടിയിട്ടുണ്ട്. അയാൾ തലേന്ന് രാത്രി കണ്ട കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. അതിന് ഈ മനുഷ്യനാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും കൈയോടെ പിടിച്ചെങ്കിലേ അടങ്ങുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് സംഘം ചേരാൻ തുടങ്ങി. ശ്യാമും കണ്ണനും രാജേഷും തങ്ങൾക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് നൈസായി ഒഴിവായി. നാട്ടിൽ നടക്കുന്ന ഈ സംഭവത്തിനെ പറ്റി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരാള് ചായക്കടയിലിരുന്ന് പറയുന്നുണ്ട്, തനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. 2 ദിവസം മുമ്പ് എന്റെ പിറന്നാളായിരുന്നു. കൂളിപ്പാറയുടെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ മദ്യപിക്കുകയായിരുന്നു. കുറച്ച് കേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ. ആ സമയത്ത് മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ എന്റെ അടുത്തേക്ക് കുറച്ച് കേക്കുമായിട്ട് വന്നു. ഞാനത് കഴിച്ചിട്ട് സെയിം ടു യു പറഞ്ഞു. ആദ്യം അത് ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാണെന്നാ കരുതിയത്. പക്ഷെ ഒക്ടോബർ മാസത്തിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ലല്ലോ. ആ രൂപം ചാടിച്ചാടിയാ പോയത്, കുതിരയെ പോലെ. ഇതെല്ലാം നമ്മുടെ ശ്യാമം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും പേടിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി ഈ രൂപത്തിനെ പിടിക്കാനിറങ്ങിയ ആ സംഘത്തിന് നേരെ ഈ കുതിരക്കാലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഇടിച്ചിട്ട് ആ രൂപം അവിടെ നിന്ന് കടന്നുപോയി. അതോടുകൂടി ആൾക്കാരുടെ ഇടയിൽ ഭീതി വർദ്ധിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിലും ശ്യാമ ധന്യയുടെ വീട്ടിൽ ചെല്ലാത്തത് കാരണം ധന്യ അവനോട് നല്ല പിണക്കത്തിലായിരുന്നു. അവൾ അവനോട് മിണ്ടുക പോലും ചെയ്തില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവൻ തന്റെ കൂട്ടുകാരോട് സത്യങ്ങൾ തുറന്നു പറയുന്നു. ധന്യ തന്നെ വീട്ടിലേക്ക് വിളിച്ചതും പോകാൻ തനിക്ക് ധൈര്യമില്ലാത്തത് തന്റെ പേടി കൊണ്ടാണെന്നും അവന്റെ കൂട്ടുകാരെ ആദ്യമൊക്കെ അവനെ കളിയാക്കുന്നു. എന്നാൽ അവർ പറയുന്നുണ്ട്, ഇത് നീ നേരത്തെ ഞങ്ങളോട് പറയേണ്ടതായിരുന്നില്ലേ എന്ന്. എന്തെങ്കിലും ഒരു പോംവഴി ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നേനെ. ഇന്ന് രാത്രിയും കൂടി ധന്യയുടെ വീട്ടിൽ ചെല്ലാൻ പറ്റും. അവളുടെ അച്ഛനും അമ്മയും അവിടെയില്ല. രാത്രിയിൽ പോകാൻ നിനക്ക് പേടിയാണെങ്കിൽ സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ നീ അവളുടെ വീടിന്റെ കളപ്പുരയിൽ കയറിയാൽ മതി. കയ്യിലൊരു ടോർച്ച് കരുതിക്കോ. ഇരുട്ട് വീഴുമ്പോഴേക്കും നീ പതിയെ അവളുടെ വീടിനുള്ളിലേക്ക് കയറണം. അപ്പൊ പിന്നെ രാത്രി നിനക്ക് നിന്റെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകുന്ന ആ പേടി അങ്ങ് ഒഴിവാക്കാം. അത് നല്ല ഐഡിയ ആണെന്ന് അവനും തോന്നിയിട്ട് അവൻ അതുപോലെ തന്നെ ചെയ്യുന്നു. അങ്ങനെ നേരെ ഉരുട്ടി. കുറെ കഴിഞ്ഞപ്പം ഇടിയും മിന്നലും വരുന്നു. പതിയെ ധന്യയുടെ വീടിന്റെ അടുത്ത് പോകാമെന്ന് കരുതി എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വീണ്ടും ചോദിയുടെ ആത്മാവ് വരുന്നു. ഇത് അവന്റെ തോന്നലാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും തന്നെ അവൻ അറിയില്ല. അവൻ ശരിക്കും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ നിലവിളി ആരും കേൾക്കാതിരിക്കാൻ അവൻ സ്വയം വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചോദിയുടെ ആത്മാവ് അവിടെ നിന്നും പോയി. അവന്റെ ധൈര്യം കുറച്ച് തിരിച്ചു വന്നു. ആ സമയത്താകട്ടെ ഓടിന്റെ മുകളിൽ കൂടി ആരോ നടക്കുന്ന പോലെ അവന് തോന്നുന്നു. ചിലങ്കയുടെ സൗണ്ടും ഉണ്ടായിരുന്നു. പേടിച്ച് ആ സൗണ്ട് പിന്തുടർന്ന് അവൻ മുന്നിലേക്ക് നടക്കാൻ ആരംഭിച്ചതും അവന്റെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് ആ കുതിരക്കാലിനെ എടുത്തു ചാടുന്നു. ആ കുതിരക്കാലിനെ കണ്ട് അവന്റെ ബോധം ആ നിമിഷം തന്നെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കറണ്ട് പോയി. ധന്യ ആ സമയം കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ വാതിലിന് മുട്ട കേൾക്കുന്നത്. ശ്യാമാണെന്ന് കരുതിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവിടെ എങ്ങും തന്നെ ശ്യാമിനെ കാണുന്നില്ല. കുറച്ച് ദൂരെ മാറി ആ കുതിരക്കാലൻ നിൽപ്പുണ്ടായിരുന്നു. ശ്യാം തന്നെ പറ്റിക്കുകയാണെന്ന് കരുതിയിട്ട് അവൾ കുറെ നേരം നോക്കിയിട്ടും അവനെ കാണാത്ത കാരണം ദേഷ്യത്തിൽ വീണ്ടും കഥ കടിച്ച് അകത്തേക്ക് കയറി. ആ സമയം ആ
കുതിരക്കാലൻ അവളുടെ വീടിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. പിന്നീട് അത് അവളുടെ വീടിന്റെ മുകളിലും കയറി. ആ സീൻ ഇവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ബോധം തിരിച്ചു വരുന്ന നമ്മുടെ ശ്യാമിനെയായിരുന്നു. നേരം വെളുത്തുപോയെന്ന് ആലോചിച്ചപ്പോൾ അവന് ശരിക്കും സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും തന്നെ അവനോട് പിണങ്ങുന്ന ഉറപ്പാ. അവൻ ഒരു വിധത്തിൽ ആരും കാണാതെ അവിടെ നിന്ന് നേരെ ഇടവഴിയിലേക്ക് എത്തി. ആ സമയം രാജേഷ് വന്ന് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. നീ എന്ത് പണിയാ രാത്രി കാണിച്ചത്? ഇങ്ങനെ ആക്രാന്തം പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. രാജേഷ് അവനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ചെന്ന് ധന്യയെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. അവളുടെ ശരീരത്തിലൊക്കെ മുറിവുകൾ. ആരോ അവളെ ഉപദ്രവിച്ചിരിക്കുന്നു. ആകെ ഞെട്ടിത്തിരിച്ച് അവളുടെ അടുത്ത് പോയി കാര്യം തിരക്കുമ്പോഴാണ് അവൾ നടന്ന സംഭവങ്ങൾ അവനോട് പറയുന്നത്. ശ്യാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന അവളുടെ മുന്നിലേക്ക് രാത്രിയിൽ കടന്നു വന്നത് ആ കുതിരക്കാലനായിരുന്നു. അതിനെ കണ്ട് അവൾ ശരിക്കും പേടിച്ചു. ആ കുതിരക്കാലൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പേടിച്ചുപോയ അവൾ യൂറിനേറ്റ് വരെ ചെയ്തു. അതവളെ തറയിലേക്ക് തള്ളിയിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ബഹളം കേട്ട് അവളുടെ കൊച്ചച്ഛൻ അവിടേക്ക് വന്നിട്ട് ആരാടാന്ന് ചോദിച്ചതും ആ രൂപം അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. അതൊരു മനുഷ്യൻ തന്നെയാണെന്നും അവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്നും ധന്യ പറയുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കാമുകിയെ ഉപദ്രവിച്ച അവനെ നീ പിടിച്ചോണ്ട് വരണം. അവളുടെ മുന്നിൽ ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നെ തൊട്ടവൻ എന്തായാലും ഈ നാട്ടിലിനി വേണ്ട, അവനെ ഞാൻ കൈയോട് പിടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഈ സംഭവമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വിനീഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനും വരുന്നുണ്ട്. പണ്ട് ഈ നാട്ടില് തെങ്ങ് കയറ്റക്കാരനായിരുന്നു വിനീഷ്. എന്നാൽ ഇപ്പോൾ അവൻ പോലീസിലാണ്. പോലീസ് അവരുടെ വഴിക്ക് അന്വേഷിച്ചോട്ടെ, നമ്മൾ നമ്മുടേതായ വഴിക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ധന്യയെ ആക്രമിക്കാൻ ശ്രമിച്ച ആ കുതിരക്കാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്യാം തന്റെ കൂട്ടുകാരും ഒത്തിറങ്ങി. അതിനിടയ്ക്ക് അവനോട് ചോദിക്കുന്നുണ്ട്, ഈ ചോദ്യയുടെ ആത്മാവ് എന്തിനാ നിന്നെ പിന്തുടരുന്നതെന്ന്. പണ്ട് ഞാൻ ചോറ് വാരിത്തരണമെന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അതെന്നെ പിന്തുടരുന്നത്. ചോദ്യം ഇങ്ങനെ മരിച്ചെന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞറിഞ്ഞത് ഇങ്ങനെയായിരുന്നു. ചേച്ചിക്ക് എന്തോ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ചേച്ചി പ്രഗ്നന്റ് ആയി, അത് ബ്രേക്കപ്പ് ആയി, അങ്ങനെ ആത്മഹത്യ ചെയ്തു. എന്താണെങ്കിലും ഈ കഥയും പറഞ്ഞ് അവർ പാടവരമ്പത്തോടെ നടന്നു വരുമ്പോ ഒരു മണിയടി ശബ്ദം കേട്ടിട്ട് ശ്യാം അവിടെ നിന്നും പേടിച്ചോടി. ധൈര്യം സംഭരിച്ചു നിന്ന രാജേഷിന്റെയും കണ്ണന്റെയും മുന്നിലേക്ക് വരുന്നത് ഒരു പശുവായിരുന്നു. ഇതിനെ കണ്ടിട്ടാണോ നമ്മൾ പേടിച്ചെന്ന് കരുതിയിട്ട് അവർ തൽക്കാലം അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയി. പക്ഷെ പിന്നീട് കാണിക്കുന്നത് ആ പശു ആകട്ടെ കുതിരക്കാലിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാകട്ടെ അവിടുത്തെ കുളത്തില് ആ പശു ചത്തുകിടക്കുന്നു. ആൾക്കാരെല്ലാം ഓടിക്കൂടിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി. എല്ലാവരുടെ ഉള്ളിലെ പേടി കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം കുതിരക്കാലിന്റെ പണിയാണെന്ന് അവർക്കെല്ലാം ബോധ്യമായി. കുതിരക്കാലിനെ പിടിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ധൈര്യമില്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു ശ്യാം. ആ സമയത്താണ് ധന്യ അവിടേക്ക് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം, നിങ്ങളുടെ കൂടെ ഞാനും വരാമെന്ന് അവള് പറയുന്നു. എന്നാൽ അവള് വന്നു കഴിഞ്ഞാൽ തന്റെ പേടിയെ പറ്റിയെല്ലാം തന്നെ അവൾ മനസ്സിലാക്കുമെന്ന് ശ്യാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അവൻ അവിടെ നിന്ന് അവളെ പറഞ്ഞു വിടുന്നു. നിന്നെ ഉപദ്രവിച്ച് അവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ എന്തായാലും പിടിക്കുമെന്നാണ് അവൻ അവളോട് പറയുന്നത്. തൽക്കാലം അവൾ അത് കേട്ടിട്ട് അവിടെ നിന്നും പോയി. അവള് പുറത്തേക്കിറങ്ങിയതും ശ്യാം തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, അവളെ എന്തായാലും നമ്മളുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ പേടിയെ പറ്റി അവൾ എന്തായാലും അറിയും. അതുകൊണ്ട് ഇനി അവള് വന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കണമെന്ന്. എന്നെ പോലെ അവൾക്കും രാത്രി എന്ന് പറയുന്നത് ഒരു ട്രോമയാണ്. എന്റെ അത്രയും ഭ്രാന്ത് അവൾക്കായിട്ടില്ല. എനിക്ക് രാത്രിയിൽ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റില്ല. വെട്ടമില്ലാതെ പുറത്തിറങ്ങുന്നതല്ലേ നിനക്ക് പേടി. അതുകൊണ്ട് നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് രാജേഷും കണ്ണനും ചേർന്നിട്ട് രാജേഷിന്റെ ഓട്ടോ നിറയെ നല്ല വെട്ടമൊക്കെ വെക്കുന്നു. ആ ഒരു സെറ്റപ്പോട് കൂടിയാണ് അവർ ആ കുതിരക്കാലിനെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയ്ക്ക് ധന്യ വീണ്ടും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇത്രയും വെട്ടമൊക്കെ ഉള്ള സ്ഥിതിക്ക് അവളെയും കൂടെ കൂട്ടാമെന്ന് അവരും കരുതി. രാത്രിയിൽ അവളും ആരും അറിയാതെ അവരുടെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് ആ കുതിരക്കാലൻ ഇവരുടെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അവർ കാണുന്നുണ്ട്. വാഴത്തോട്ടത്തിന്റെ ഇടയ്ക്കേക്കാണ് ആ കുതിരക്കാലൻ പോയത്. രാജേഷും കണ്ണനും അവന്റെ പിറകെ ചാടിയിറങ്ങി. ശ്യാമനാകട്ടെ ആ വെട്ടമുള്ളടത്തു നിന്നും ഇരട്ടത്തേക്ക് പോകാൻ പേടിയായിരുന്നു. അത് കാരണം അവൻ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ആ കുതിരക്കാലൻ അവന്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. പേടിച്ചവന് നിലവിളിക്കാനും വയ്യ. സ്വന്തം വാവന് പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം ധന്യ കണ്ടു കഴിഞ്ഞാൽ തന്റെ സത്യം അവൾ മനസ്സിലാക്കും. എന്താണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ആ കുതിരക്കാലൻ അവിടെ നിന്നും പോയി. ധന്യ അവന്റെ അടുത്തേക്ക് വരുന്നു. നീ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി എന്ന് അവൾ പറയുന്നു. തന്റെ കള്ളത്തിനും പിടിച്ചുവെന്ന് അവൻ കരുതിയതും അവൾ അവനോട് പറയുന്നത് മറ്റൊരു കാര്യമായിരുന്നു. എന്നെ ഒറ്റയ്ക്കാക്കി ഇവിടെ നിന്ന് നിനക്ക് അകത്തേക്ക് കയറി പോകാൻ പേടിയായിട്ടല്ലേ നീ ഇവിടെ തന്നെ നിൽക്കുന്നത്. എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നീ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല, വീട്ടിലേക്ക് പോകാൻ. അവന്റെ കള്ളത്തരം ഏകദേശം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് തൽക്കാലം അവനോട് പറയുന്നുണ്ട്, നാളെ മുതൽ ഞാൻ എന്തായാലും വരുന്നില്ല എന്ന്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വിനീഷിന്റെ കൂടെ ഇവരെല്ലാവരും അവിടെ പരിശോധിക്കുന്നു. ആ കുതിരക്കാലൻ എന്തെങ്കിലും തെളിവുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അവരുടെ ശ്രദ്ധയിൽ ഒന്നും പെടുന്നില്ല. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയ ഒരു മദ്യക്കുപ്പി അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും നമ്മുടെ ശ്യാമാകട്ടെ ഒരു സർക്കസുകാരനെ പറ്റി തന്റെ അമ്മയും കുട്ടപ്പനും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു. സർക്കസുകാരന്റെ കഥ എന്താണെന്ന് ശ്യാം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സർക്കസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് ഭാര്യയും മകനും ഉണ്ടായിരുന്നു. പക്ഷെ അവനിവിടെ വന്ന ശേഷം നാട്ടിൽ മോഷണങ്ങൾ പെരുകി. നാട്ടുകാരവനെ കൈയോടെ പിടികൂടി. അവസാനം നാട് തന്നെ അവൻ വിട്ടിട്ട് പോയി. അവന്റെ ഭാര്യയ്ക്കും മകനും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഈ നാട്ടുകാര് അവരോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറിയത്. അത് കേട്ടപ്പോൾ ശ്യാമിന്റെ മനസ്സിൽ പല ഡൗട്ടുകളും തോന്നുന്നു. ഈ കുതിരക്കാലം കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം സർക്കസിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ പോലെയുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ആ സർക്കസുകാരന്റെ മകൻ വല്ല റിവഞ്ചും എടുക്കാൻ എവിടേക്ക് വന്നതാണോ എന്ന് ഡൗട്ട് തോന്നിയിട്ട് തന്റെ കൂട്ടുകാരോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അടുത്ത് എവിടെയാ സർക്കസ് നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ
അന്വേഷിച്ച് അവർ അവിടേക്ക് പോകുന്നു. അവരുടെ ഗ്രാമത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ട് ഒരിടത്ത് സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി അവര് ഇതുപോലെ സ്റ്റണ്ട് നടത്തുന്ന ആൾക്കാരെ പറ്റി അന്വേഷിക്കുന്നു. അവരുടെ കൂട്ടത്തില് ഇതുപോലത്തെ 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. ഇയാളല്ല അവിടെ വന്നതെന്ന് ശ്യാമിന് ഉറപ്പാണ്. കാരണം ആ കുതിരക്കാലിന് നല്ല ഹൈറ്റ് കുറവായിരുന്നു. അത് പറഞ്ഞതും ആ സർക്കസിലെ ആള് ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരാളെ പറ്റി പറയുന്നു. അവനും തീരെ ഹൈറ്റ് കുറവാണ്. അവന്റെ എതിരെ ആര് വന്നാലും അവരുടെ കണ്ണിലൊക്കെ അവൻ കുത്താറുണ്ട്. അവനെ പറ്റി പറയണമെങ്കിൽ അവന്റെ ചെറുപ്പത്തിലെ കഥ തൊട്ട് പറയണം. ജന്മന അവന് ഹൈറ്റ് കുറവായത് കാരണം അവന്റെ നാട്ടിലുള്ള പല ആൾക്കാരും അവനെ കളിയാക്കിയിരുന്നു. പകൽ സമയം അവനെ കളിയാക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരോട് അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ രാത്രി കാലങ്ങളിൽ അവൻ അവരോട് പകരം വീട്ടാൻ ഇറങ്ങും. സാത്താനെ പോലെ വേഷം ധരിച്ചാണ് അവൻ അവരോട് പകരം വീട്ടാൻ വന്നുകൊണ്ടിരുന്നത്. മദ്യലഹരിയിലിരിക്കുമ്പോഴാണ് ഇവൻ ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞത്. ആരോട് പ്രതികാരം ചെയ്യാനും അവൻ ഒരു മടിയുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് അവന്റെ ഒരു ഹോബിയായിരുന്നു. അവനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഹൗസ് ഓണറിന്റെ മകളെ അവൻ ക്രൂരമായി പോയി പീഡിപ്പിച്ചു. കുതിരക്കാലം വെച്ച് കെട്ടി നടക്കുന്ന അവൻ ഇരുട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യും. അവനെ നമ്മൾ പേടിക്കണമെന്ന് അയാൾ ശ്യാമിനോട് പറയുന്നു. ആ സമയം തന്നെ മറ്റൊരിടത്ത് ആ കുതിരക്കാലിനെ നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോന്ന് വിനീഷ സർക്കസുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു ഫോട്ടോ ഇവർക്ക് കൊടുക്കുന്നു. ആ ഫോട്ടോ ശ്യാമും കൂട്ടരും തങ്ങളുടെ ഗ്രാമത്തിലെല്ലാം തന്നെ ഒട്ടിക്കുന്നുണ്ട്. ഇവനെ കണ്ടുകിട്ടുന്നവര് ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ധന്യയുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് അവൻ എല്ലാരും കേൾക്ക് പറയുന്നുണ്ട്, വേറെ ആർക്കും കിട്ടാത്ത അവന്റെ ഫോട്ടോ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ. എന്നാൽ ധന്യ ഇവനോട് വന്ന് പറയുന്നുണ്ട്, ഈ ബന്ധം ഇനി മുന്നോട്ട് പോകില്ല എന്ന്. എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അടുത്ത മാസം എന്റെ കല്യാണം ഉണ്ടാകും. ഇത് കേട്ട് അവൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രണയത്തിൽ ഒരു കാര്യം പോലും സത്യമില്ലായിരുന്നു. ആദ്യം മുതൽ നീ എന്നെ പറ്റിക്കുകയായിരുന്നു. നിനക്ക് ശരിക്കും പേടിയുള്ള കാര്യമല്ല എനിക്ക് മനസ്സിലായി. അന്ന് വായനശാലയിൽ രാത്രി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടിരുന്നു. നിനക്ക് രാത്രി പുറത്തിറങ്ങാനേ പേടിയാ. പക്ഷെ എന്റെ മുന്നിൽ നല്ല ധൈര്യശാലിയായി അഭിനയിച്ചു. അതൊന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാ നിന്റെ കൂടെ അന്ന് രാത്രിയിൽ ഞാൻ വന്നത്. അതെനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചു. അതിന്റെ കൂടെ എന്നെ ഉപദ്രവിച്ച ആ കുതിരക്കാലിനെ പിടിക്കാനും പറ്റിയില്ല. അവന്റെ ഉപദ്രവവും നിന്റെ പറ്റിക്കലും എല്ലാം കൊണ്ട് എനിക്ക് ഈ നാട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും താമസം മാറുകയാണെന്നും അടുത്ത മാസം എന്റെ കല്യാണമാണ്. അതുകൊണ്ട് നീ എന്തായാലും ആ കുതിരക്കാലിന്റെ പിറകെ ഒന്നും പോകണ്ട. അവനെ പോലീസ് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി. ശ്യാമ ശരിക്കും ആകെ സങ്കടത്തിലായി. പിന്നീട് ഇവർ തമ്മിൽ കോണ്ടാക്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശ്യാമിന്റെ വീടിന്റെ ചുവരില് ആ കുതിരക്കാലിന്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. തമിഴിൽ അവൻ എഴുതിയിരിക്കുന്നത് രാജേഷ് വായിക്കുന്നു. എനിക്ക് ഒരു നാട്ടിലും എതിരാളികളില്ലായിരുന്നു. പക്ഷെ ഈ നാട്ടില് എനിക്ക് നിങ്ങളെപ്പോലെ നല്ല എതിരാളികളെ കിട്ടി. ദൈവത്തിന് പോലും അറിയാത്ത എന്റെ മുഖം നിങ്ങളിവിടെ പോസ്റ്റർ അടിച്ചൊട്ടിച്ചു. എന്റെ പിറകെ വന്നിട്ട് ഇപ്പം പാതി വഴിക്ക് എന്റെ പിറകെയുള്ള അന്വേഷണം നിർത്തിയാൽ എങ്ങനെ? അതുകൊണ്ട് എന്റെ പിറകെ ഇനിയും വന്നു. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം കുതിരക്കാലിന്റെ ശല്യം ആ നാട്ടിലാർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കുതിരക്കാലൻ രാജേഷിനെയും കണ്ണനെയും ശ്യാമിനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. അവർക്കായിരുന്നു അവന്റെ ശല്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ കുതിരക്കാലൻ രാത്രി രാജേഷിന്റെ വീട്ടിലേക്ക് പടക്കം എടുത്തെറിയുന്നു. അതവിടെ കിടന്ന് പൊട്ടുന്ന കണ്ടിട്ട് വീട്ടുകാരെല്ലാം പേടിച്ച് പുറത്തേക്കോടി. പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് രാജേഷും കണ്ണനും പറയുമ്പോഴും ഇവിടെ പ്രണയനൈരാശ്യത്തിലായിരുന്നു നമ്മുടെ ശ്യാം. അത് കാരണം അവര് പറഞ്ഞതൊന്നും അവൻ കാര്യമാക്കിയതേയില്ല. പിറ്റേന്ന് രാജേഷും കണ്ണനും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ കണ്ണൻ പുറത്തേക്കിറങ്ങി. ആ സമയം ആ കുതിരക്കാലൻ വന്ന് കണ്ണനെ ആക്രമിക്കുന്നു. അവന്റെ കൈയൊക്കെ പിടിച്ചു തിരിച്ചു. അവന്റെ നിലവിളി കേട്ട് രാജേഷ് ഓടിയെത്തുമ്പോഴേക്കും കുതിരക്കാലൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കൂടി ആയപ്പോഴേക്കും രാജേഷ് നേരെ ശ്യാമിന്റെ വീട്ടിലേക്ക് വരുന്നു. ശ്യാം ആകട്ടെ വീട്ടുകാരോട് പോലും ഒന്നും മിണ്ടാതെ എപ്പോഴും മുറിയടച്ചിരുന്ന മദ്യപിക്കലാണ്. ദേഷ്യം വന്ന രാജേഷ് അവനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഞങ്ങളുടെ കൂടെ നിൽക്കാതെ ഇപ്പോഴും ഇട്ടിട്ട് പോയ അവളെ പറ്റി ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നീ ഇവിടെ തന്നെ ഇരുന്നു. അതല്ല ഞങ്ങൾ നിനക്ക് ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. പതിയെ ശ്യാം അവന്റെ വിഷമങ്ങളൊക്കെ മറന്നു. തന്റെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവൻ കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയ സമയത്ത് അവന്റെ അമ്മയുടെ നേരെയും കുതിരക്കാലന്റെ ആക്രമണം ഉണ്ടാകുന്നു. മദ്യപിച്ച ശേഷം ആ കുപ്പി കുതിരക്കാലൻ അവന്റെ അമ്മയ്ക്ക് നേരെ എറിഞ്ഞു. അവരുടെ തല പിടിച്ച് അരകല്ലിൽ ഇടിക്കുകയും ചെയ്തു. രാവിലെ സംഭവം അറിഞ്ഞ് വീട്ടിലേക്കെത്തിയ അവൻ കാണുന്നത് തന്റെ അമ്മയുടെ ശരീരത്തിലെ മുറിവുകളാണ്. ശ്യാം ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവന്റെ മനസ്സിലെ പേടിയൊക്കെ പതിയെ പതിയെ പോകാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ച് എങ്ങനെയും ആ കുതിരക്കാലിനെ പിടിക്കണമെന്ന് മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയിട്ട് അവർ വായനശാലയുടെ ചുവരില് ആ കുതിരക്കാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതി വെക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല എന്ന്. പക്ഷെ അന്ന് രാത്രി ആ നാട്ടിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആ വായനശാലയ്ക്ക് ആ കുതിരക്കാലൻ തീയിട്ടു. ജനങ്ങളെല്ലാം അത് കണ്ടാകെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ സമയം ഒരു സൈഡിൽ നിന്ന് ആ കുതിരക്കാലൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. സംഭവം ഇത്രയും രൂക്ഷമായതോടുകൂടി ആ നാട്ടിലേക്ക് പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വരുന്നു. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരുപാട് കേസുകളൊക്കെ സോൾവ് ചെയ്തിട്ടുള്ള ആളാണ് പുഷ്പരാജ്. ധന്യയുടെ വിവാഹം ഇയാളുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. കുതിരക്കാലിനെ പിടിക്കുമെന്ന് പുഷ്പരാജ് വെല്ലുവിളിക്കുന്നുണ്ട്. അടുത്ത പല ഗ്രാമങ്ങളിലും ഇവന്റെ ശല്യം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ തെളിവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവനൊരു ശീലമുണ്ട്. ആൾക്കാരെ പേടിപ്പിക്കാൻ അവൻ ഇറങ്ങുന്നതെല്ലാം രാത്രിയിലാണ്. അതിനു മുമ്പ് അവൻ മദ്യപിക്കും. ഇവൻ വന്നുപോയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ ബ്രാൻഡിലുള്ള മദ്യക്കുപ്പി കിട്ടുകയും ചെയ്യും. മറ്റു ഗ്രാമങ്ങളിലും ആക്രമണം ഉണ്ടാക്കുന്നെങ്കിൽ ഇവൻ കുട്ടപ്പം പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു വിട്ട ആ സർക്കസുകാരന്റെ മോനൊന്നുമല്ല എന്ന് രാജേഷിനും കൂട്ടർക്കും മനസ്സിലായി. കുട്ടപ്പനും അവരോട് പറയുന്നുണ്ട്, അത് ഞാനൊരു കഥ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അവന്റെ മോനൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ആ സർക്കസിലെ കുള്ളന് പ്രത്യേകിച്ച് ഈ ഗ്രാമത്തോട് ഒരു വൈരാഗ്യമില്ല. അവനിങ്ങനെ ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്.
തന്നെയാണ്. പുഷ്പരാജ് ധന്യയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു ആ കുതിരക്കാലിനെ പിടിക്കുമെന്ന് നാട്ടുകാരോട് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ധന്യ പുഷ്പരാജിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന്. അയാൾ പറയുന്നുണ്ട് ഇവൻ മദ്യപിച്ച ശേഷമല്ലയോ ആൾക്കാരെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നത്, അതുകൊണ്ട് തൽക്കാലം 3 ദിവസത്തേക്ക് ഇവിടുത്തെ ബിവറേജസ് എല്ലാം അടച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മദ്യം കിട്ടാതെ എന്തായാലും മദ്യഷോപ്പിൽ കക്കാൻ കയറും. ആ സമയം ഒളിച്ചിരുന്ന് ഞങ്ങൾ അവനെ പിടിക്കും. അതായിരുന്നു പോലീസുകാരുടെ പ്ലാൻ. പക്ഷെ അവരുടെ പ്ലാനിങ് തെറ്റിച്ചുകൊണ്ട് ആ കുതിരക്കാലൻ മദ്യഷോപ്പിലല്ല കക്കാൻ കയറിയത്. പുറത്ത് മദ്യം കിട്ടിയില്ലെങ്കിൽ സാധാരണ മദ്യം കിട്ടാറുള്ള മിലിറ്ററിക്കാരന്റെ വീട്ടിലേക്കായിരുന്നു ആ കുതിരക്കാലൻ വന്നത്. അതും നമ്മുടെ വാസപ്പന്റെ വീട്ടിലേക്ക്. വാസപ്പൻ അവനെ കണ്ട് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അവിടെ നിന്ന് മദ്യം എടുത്തുകൊണ്ട് കുതിരക്കാലിന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം ഇവന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി തന്നെ ശ്യാമനും കൂട്ടർക്കും അറിയാമായിരുന്നു. മദ്യഷോപ്പിൽ പോയി കക്കുന്നതിനേക്കാൾ നല്ലത് മിലിറ്ററിക്കാരന്റെ അടുത്ത് നിന്ന് മദ്യം ഒഴിച്ചു മാറ്റുന്നതാണെന്ന് കുതിരക്കാലൻ ചിന്തിച്ചതുപോലെ തന്നെ ഇവരും ചിന്തിച്ചു. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കണ്ടിട്ടും ആ കുതിരക്കാലൻ പേടിച്ചില്ല. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച അവരെയെല്ലാം ഇടിച്ചിട്ടുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മുടെ വാസപ്പന്റെ മദ്യവും കൊണ്ടാണ് അവൻ പോയത്. വാസപ്പന് അതിൽ പരം ദേഷ്യം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. രാജേഷും കണ്ണനും അവന്റെ പിറകെ പോയപ്പോ ഇരുട്ട് പേടിയുള്ള നമ്മുടെ ശ്യാമാകട്ടെ ഓട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ ആ കുതിരക്കാലൻ രാജേഷിന്റെ കണ്ണിനെ കണ്ണുവെട്ടിച്ച് നേരെ ശ്യാമിന്റെ ഓട്ടോയുടെ മുകളിൽ കയറുന്നു. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും ശ്യാം പേടിച്ചു. അവനെയും കൊണ്ട് ഓട്ടോ മറിയുകയും ചെയ്തു. ലൈറ്റുകളെല്ലാം അണഞ്ഞു. ഫുള്ള് റിട്ടായതോടുകൂടി ശ്യാം പേടിക്കാൻ തുടങ്ങി. ഒരു സൈഡില് കുതിരക്കാലൻ, മറ്റൊരു സൈഡില് ചോദിയുടെ ആത്മാവിനോടുള്ള അവന്റെ പേടി. ഇരുട്ടും കൂടെ ആയതോടുകൂടി ആ ആത്മാവ് വീണ്ടും ഒരുള്ള ചോറുമായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് അവൻ കാണുന്നു. ആദ്യം പേടിച്ച് നിലവിളിച്ചെങ്കിലും ഇനിയും തന്റെ പേടി മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ താൻ വെറൊരു ഭീരുവായി മാറുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവൻ ധൈര്യം സംഭരിച്ച് തനിക്ക് നേരെ നീണ്ടുവന്ന ചോദിയുടെ ആത്മാവിന്റെ കൈകളിൽ നിന്ന് ആ ചോറ് വാങ്ങി കഴിക്കുന്നു. ആ ചോറ് അവൻ കഴിച്ചതും ചോദിയുടെ ആത്മാവിന്റെ കണ്ണുകൾ നിറയുകയും ആ ആത്മാവ് അവിടെ നിന്നും പോകുന്നതായിട്ട് അവൻ കാണുകയും ചെയ്യുന്നു. പിന്നീട് ആ കുതിരക്കാലനും അവനും തമ്മിലൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. കുതിരക്കാലൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയതും അവൻ പിറകെ ഓടുന്നുണ്ട്. പല രീതിയിലും അവനെ ആക്രമിക്കാൻ ആ കുതിരക്കാലൻ ശ്രമിച്ചെങ്കിലും തന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം തന്നെ ശ്യാം ചെറുത്തു നിൽക്കുകയും കുതിരക്കാലിനെ അടിച്ച് താഴെയിടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നാട്ടുകാരും അവിടെ കൂടിക്കൂടി. തന്റെ മുഖംമൂടി നഷ്ടപ്പെട്ട ആ കുതിരക്കാലൻ നാട്ടുകാരെ കണ്ട് അവിടെ നിന്ന് ഓടുന്നു. ആൾക്കാർ പിറകെ ഓടിയപ്പോഴേക്കും അവനാകട്ടെ നേരെ പോയി കയറുന്നത് ഒരു തെങ്ങിന്റെ മുകളിലേക്കായിരുന്നു. എല്ലാവരും തെങ്ങിന് ചുറ്റും കൂടി അവനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയം തെങ്ങിന്റെ മുകളിലിരുന്ന അവന്റെ അടുത്തേക്ക് ആ നാട്ടിലെ ജനങ്ങൾ ആരാധിക്കുന്ന കൂളി വരുന്നു. കൂളിയുടെ രൂപം കണ്ട് പേടിച്ചു പോയി അവനാകട്ടെ തെങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു. എന്നിട്ടും അവന് പരിക്കുകളൊന്നും വലുതായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൻ എല്ലാവരെയും ആക്രമിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷെ ആ നിമിഷം നമ്മുടെ വാസപ്പൻ തന്റെ മിലിറ്ററി തോക്കുമായിട്ട് വന്ന് കുതിരക്കാലിന്റെ കാലിന് വെടിവെച്ചു. അങ്ങനെ അവനെ കൈയോടെ പിടികൂടുകയും ചെയ്തു. പേടിത്തൊണ്ടനായ നമ്മുടെ ശ്യാം അങ്ങനെ ധൈര്യപൂർവ്വം ആ കുതിരക്കാലിനെ പിടിക്കാൻ ജനങ്ങളെ സഹായിച്ചിരിക്കുന്നു. തന്നേക്കാൾ പേടിത്തൊണ്ടനും മണ്ടനുമാണ് പുഷ്പരാജ് എന്ന് അതിനോടകം നമ്മുടെ ശ്യാമിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ധന്യയ്ക്ക് അത് തന്നെ വേണോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രിക്ക് ശേഷം അവന് ചോദിയുടെ ആത്മാവിനെ പേടിയില്ലായിരുന്നു. ഇരുട്ടും അവന് പേടിയില്ലാതെയായി. അവൻ സന്തോഷത്തോടുകൂടി തന്റെ ജനലുകളൊക്കെ തുറന്നിട്ടു. കുറച്ചു കഴിയുമ്പോൾ അവിടുത്തെ ലൈറ്റുകൾ ഓരോന്നായിട്ട് അണഞ്ഞു. വീണ്ടും ശ്യാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചേച്ചിയുടെ സൗണ്ട് കേട്ടതും അവൻ പേടിച്ച് നിലവിളിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.